രാവിലെ തന്നെ ഇന്ന് മുറ്റത്തിറങ്ങി കുറച്ച് ശംഖുപുഷ്പം പറിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ അവിടെ കാന്താരി മുളകില്ലേ, നമ്മളുടെ വെള്ള കാന്താരി മുളക്, അങ്ങനെ കാന്താരി മുളക് കുറച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, പാകമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ പറിച്ചു. കർക്കിടകമൊക്കെ അല്ലേ, അപ്പോൾ എന്തെങ്കിലും പത്തിലത്തോരൻ അങ്ങനെ എന്തെങ്കിലും ഉപ്പേരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാവുമ്പോൾ നല്ലതാണല്ലോ. അങ്ങനെ കുറച്ച് കാന്താരി മുളകും കിട്ടി, അതുപോലെ തന്നെ നമ്മളുടെ ശംഖുപുഷ്പവും കിട്ടി കേട്ടോ. ശംഖുപുഷ്പവും അതുപോലെ തന്നെ ചണവിത്തില്ലേ, ഫ്ലാക്സ് സീഡ്, അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. ഇത് ഫേസ് പാക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ജെല്ലി കൺസിസ്റ്റൻസിയാണ് കേട്ടോ. നല്ല ഫ്രഷ് ആൻഡ് സ്മൂത്തായിട്ടുള്ള ഒരു ഫേസ് കിട്ടും നമുക്ക്. ആദ്യം കുറച്ച് വെള്ളം തിളപ്പിക്കുക, അതിലേക്ക് കുറച്ച് നമ്മളുടെ ഉണങ്ങിയ ശംഖുപുഷ്പമാണ് കേട്ടോ ഇടുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഫ്രഷായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ഇടാം. അതിട്ടതിന് ശേഷം കുറച്ച് ചണവിത്ത് ഇടുക. ഇതൊക്കെ ഓരോരോ ടീസ്പൂൺ എന്നുള്ള രീതിയിൽ അളവേ ഉള്ളൂ കേട്ടോ, നിങ്ങളുടെ മുഖത്തിന് അനുസരിച്ച് എന്നുള്ള രീതിയിലേ ഉള്ളൂ. ഇതിങ്ങനെ ജെല്ലി കൺസിസ്റ്റൻസി ആവും. ഇത് അരിച്ച് കുറച്ച് നേരം പുറത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ മുഖത്തെല്ലാം അപ്ലൈ ചെയ്യുക. പിന്നെ സിമ്പിളായിട്ടുള്ളൊരു ഫേസ് വാഷ് എടുക്കുക. നമ്മളിവിടെ സിമ്പിളിൻ്റെ തന്നെയാണ് കേട്ടോ ഫേസ് വാഷ് യൂസ് ചെയ്യാറുള്ളത്. ഇതിലധികം കെമിക്കൽസും അങ്ങനെ ഫ്രാഗ്രൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്കിന്നിന് നല്ലതാണ്, നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതിനുശേഷം ഫേസ് വാഷ് ചെയ്യുക. നല്ലൊരു സംഭവമാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തു.